ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കുട്ടികൾക്ക് 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ കഴിക്കാനൊക്കെ പറ്റിയ നല്ല ഒരു 4 മണി പലഹാരം ത്തിൻ്റെ ഒരു റെസിപ്പി കാണാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നല്ല പാകമുള്ള പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തേക്കണത് 2 എണ്ണം. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കാണിച്ച 2 നേന്ത്രപ്പഴം ദാ അതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. റൗണ്ടായിട്ട് ഇത്തിരി കനത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് അതിലിട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വല്ലാണ്ടിട്ട് ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. എന്നിട്ട് നമുക്കത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കണം. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ടിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊന്ന് 2 സൈഡും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേവും പെട്ടെന്ന് വേവും. നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്കൊരു മധുരവും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇതാ പഴമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഫോർക്ക് കൊണ്ടെങ്ങാനും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. എല്ലാ പഴവും നന്നായി ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ശർക്കര പാനി 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. 1 ടേബിൾ സ്പൂൺ തന്നെ മതി. കാരണം നല്ല പഴുത്ത പഴമായ കാരണം ഇത്ര മധുരം മതിയാവും. വല്ലാണ്ട് മധുരമായാലും നമുക്കൊരു മട്ടിപ്പ് വരും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ പഴം ശർക്കര പാനിയെല്ലാം നന്നായി ഇതുപോലെ നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാളികേരം ചെരുകിയതും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ. അല്ലെങ്കിൽ ജീരകം പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി മതി, ഇത്ര മതി. നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അതവിടെ മാറ്റി വയ്ക്കുക. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ 1/2 കപ്പ് എന്ന് പറയുന്നത് 125 മില്ലി ലിറ്ററാണ് കേട്ടോ. പിന്നെ 1/2 കപ്പ് വെള്ളം, സാധാരണ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് അവിടെ വെക്കുക. ആ നേരം കൊണ്ട് വേറെ ബൗളിലേക്ക് റാഗിപ്പൊടിയാണ് ഇട്ടത്. അത് 1/2 കപ്പ് റാഗിപ്പൊടി 250 മില്ലി ലിറ്ററിൻ്റെ കപ്പിലാണ് നമ്മൾ എടുക്കണത് കേട്ടോ. അത് 1/2 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഗ്ലാസ്സിൽ തന്നെ ഈ ശർക്കര പാനിയും വെള്ളം ഈ റാഗിപ്പൊടിയൊക്കെ ഒന്ന് അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ അതായത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച ഉടനെ തന്നെ നമുക്ക് ആ റാഗിപ്പൊടിയിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തിളച്ച പാടെ ഒഴിക്കണം കേട്ടോ. തീരെ അങ്ങനെ വെക്കരുത്. കാരണം ആ ഒരു വേവ് ഇതിലേക്ക് വരണം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഇത് കറക്റ്റായിരുന്നു കേട്ടോ. ഈ ഒരു വെള്ളം 1/2 കപ്പ് റാഗിപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അതായത് 1 കപ്പ് വെള്ളം എന്ന് പറയുന്നത് 1/2 കപ്പ് ശർക്കര പാനിയും 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ദേ ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ അതൊന്ന് ചൂടാറാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് കയ്യിൽ കുഴയ്ക്കാവുന്ന ഒരു ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുഴച്ച് വെക്കണം. അപ്പോൾ ദേ ലേശം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാനിപ്പോൾ ഒഴിക്കുകയാണ്. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. നമ്മൾ വേവിക്കുമ്പോഴും റാഗി അറിയാം നല്ലോണം ജലാംശം ഉണ്ടെങ്കിലാണ് നമ്മൾ വെന്ത് കഴിയുമ്പോൾ റാഗി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. വിണ്ട് വരരുത്. കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങനെ വിള്ളലൊന്നും ഇല്ലാതെ അങ്ങോട്ട് അമർന്ന് വരണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് മാറ്റാം. 2 ഉണ്ടകളാക്കുക. എന്നിട്ട് നമുക്കത് ചപ്പാത്തി പരത്തുന്ന പോലെ ഓരോ ഉണ്ടയൊന്ന് പരത്തുകയാണ് വേണ്ടത്. കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ കയ്യിൽ നന്നായിട്ട് നെയ്യ് ഒന്നും കൂടെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് തന്നെ തടവിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു അപ്പത്തിന്. അപ്പോൾ അതേ നെയ്യ് കൊണ്ട് തന്നെ ഞാൻ ആ ഉണ്ടയൊന്ന് ഉരുട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പലകയിലോ പ്ലേറ്റിൽ എന്തിലാണ് വെച്ച് ഉരുട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നന്നായിട്ട് അതുപോലെ ഇത്തിരി കനത്തിൽ തന്നെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താട്ടാ നമുക്ക്. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഉരുട്ടാനായിട്ടൊക്കെ എളുപ്പത്തിൽ മുറിക്കാനൊക്കെ എളുപ്പമായ കാരണം ഞാൻ അങ്ങനെ പരത്തിയത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ആ പഴം നേരത്തെ ഉണ്ടാക്കി വെച്ചതൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക അതുപോലെ. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. അപ്പോൾ ഉരുട്ടുമ്പോൾ ശ്രദ്ധിക്കട്ടെ. വേണമെങ്കിൽ വാഴയിലയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ പരത്താട്ടോ. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് പരത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഉരുട്ടാൻ ഇത്തിരി കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതേ നമ്മൾ പതുക്കെ റാഗി ആയ കാരണം ബൈൻഡിങ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വിള്ളലുകൾ ഇങ്ങനെ വരും. അതൊന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് അടച്ച് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത്ര മതിയാവും. അറ്റഭാഗം ഒന്ന് ചേർത്ത് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ 2 സൈഡും ഒന്ന് അടച്ച് ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. ലൂസാക്കി ഇടാണ്ട് ഒന്ന് ഉരുട്ടിയൊക്കെ ഒന്ന് ടൈറ്റാക്കി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ പണി. വെന്ത് കഴിഞ്ഞത് നല്ലോണം കനാവും കേട്ടോ. അത് പൊട്ടി പോലിക്കൊന്നുമില്ല. അത് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇനി ഇതാ നമ്മൾ തട്ടിയിട്ടിലിയുടെ തട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ഞിയപ്പം ഉണ്ടാക്കിയ ആ തട്ടില്ലേ അതാണ്. അപ്പോൾ ആ തട്ടിൽ ഞാനിപ്പോൾ ഒരു 2 പ്ലേറ്റും വെക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റിയില്ല കേട്ടോ. കാരണം പറ്റുമായിരുന്നു, പക്ഷേ അത് ഷേപ്പ് നമുക്ക് മാറോടെ മുട്ട് മുകളിൽ. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇത് പ്രസൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഷേപ്പ് കിട്ടില്ല. നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഓരോന്ന് വീതം വെക്കണുള്ളൂ. വലിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. ഇഷ്ടം പോലെ നമുക്ക് ഇതിൽ കൊള്ളും.
അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ ഓരോന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണത്. അപ്പോൾ സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്താണ് ഇതൊക്കെ നമ്മൾ ഇത് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ 20 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് മതി, കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഗിവ് എവേയുടെ വിജയിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇനി അടുത്ത വീഡിയോ അതായിരിക്കും. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ നേരം മറ്റേത് നമുക്ക് എടുത്തിട്ട് ഞാനൊന്ന് നേരത്തെ പോലെ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുട്ടിയെടുത്തത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം 20 മിനിറ്റ്. അപ്പോൾ നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് അത് നന്നായിട്ട് സെറ്റായി വരിക. ഉള്ളൊക്കെ നന്നായിട്ട് ചൂടാറുമ്പോൾ നല്ല സുഖമായിട്ട് ഇത് കൈ കൊണ്ട് എടുക്കാം. റാഗിയായ കാരണം കട്ടിൽ തന്നെ അങ്ങോട്ട് പോരും. നമുക്കിതൊന്ന് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഈസി ആയിട്ട് നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് പോരും. നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഇഷ്ടാവും ചെയ്യും. കാണുമ്പോൾ സ്വിസ് റോളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ പോലെ. വേണമെങ്കിൽ റാഗി റോളെന്നോ അല്ലെങ്കിൽ ബനാന റോളെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ നല്ല ഇഷ്ടമാവുന്ന, കുട്ടികൾ കഴിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.